പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം അമല തൃശ്ശൂർ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അപ്പോൾ നമ്മളത് വർഷാവർഷം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം ഓണത്തിന്, എല്ലാ പ്രാവശ്യവും ഓണത്തിന് തന്നെയാണ് നമ്മളതൊരു വളരെ നല്ല രീതിയിൽ ചെയ്യാറ്. ഇപ്രാവശ്യം ഓണത്തിന് കുറച്ചും കൂടി വിപുലമായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് 20ഓളം ക്യാൻസർ പേഷ്യൻറ്റുകൾക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ധനസഹായം നമ്മൾ നൽകാമെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ കുറേ എൻക്വയറീസ് വരുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള എല്ലാവരും ഇതിനെ അറിഞ്ഞു, എല്ലാവരും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് ആൾക്കാർ അതിൻ്റെ ഭാഗമായി കിട്ടിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറേ ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം ഈ ഓണത്തോടനുബന്ധിച്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുമുണ്ട്. എന്താണ് ഇതിന് കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഓണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മളുടെ പ്രതിഷ്ഠാ ദിനവും നമ്മൾ വർഷം നടത്തുന്ന വലിയൊരു ഫംഗ്ഷന് വേണ്ടി വരുന്ന ആ സാമ്പത്തികത്തിൻ്റെ കുറഞ്ഞ ചെലവിൽ അത് നമ്മൾ നടത്തുകയും ബാക്കിയുള്ളത് ഇങ്ങനെയുള്ള രോഗികൾക്കും ഇങ്ങനെയുള്ള പാവങ്ങൾക്കൊക്കെ നമ്മൾ സഹായം ചെയ്യാനായിട്ടാണ് ആ ഫണ്ട് ഞാൻ ചെയ്യുന്നത്. കാരണം നമുക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടി, പക്ഷെ അത് മറ്റുള്ളവർക്ക് കിട്ടിയിട്ടില്ല. നാളെ നമ്മൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരൂ എന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് വലിയ വലിയ ആഘോഷങ്ങളും വലിയ രീതികളിൽ പബ്ലിസിറ്റിയും വലിയ രീതിയിൽ അച്ചീവ്മെന്റ് കാണിക്കുന്നതിനേക്കാളും നല്ലത് ആ ഒരു പൈസ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടായാൽ അത് ആരെല്ലാം അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അത് നാളുകളിൽ നമുക്ക് ദൈവാനുഗ്രഹമായിട്ട് തിരിച്ചു കിട്ടുക തന്നെയാണ് ചെയ്യുക. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുക, ദൈവത്തിന് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി മാക്സിമം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഗോൾഡ് ബിസിനസ് ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ചെറിയൊരാളാണ്. ഇവിടെ വലിയ വലിയ രാജാക്കന്മാർ സ്വർണവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. നമുക്ക് ഓഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും റോൾ മോഡലായിട്ടുള്ള MA യൂസഫ് അലി എന്ന് പറയുന്ന ഗംഭീര ബിസിനസ്സുകാരനും ഉള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അറിയാം, നല്ല രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ നമ്മൾക്കും അതുപോലെയുള്ള ഒരു വ്യക്തിയാവാനായിട്ട് സാധിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. പിന്നെ നമ്മൾ അതിനുവേണ്ടി നന്നായി കഷ്ടപ്പെടണം, അതിനൊരു ഭാഗ്യം ഉണ്ടാവണം, ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയം ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹം, എല്ലാ ദൈവങ്ങളുടെ അനുഗ്രഹവും എല്ലാ വ്യക്തികളുടെയും സഹായം കിട്ടണം. നമുക്കൊരിക്കലും ഒറ്റയ്ക്ക് വിജയിക്കാനായിട്ട് പറ്റില്ല. നമുക്ക് തോന്നണതാണ് വിജയിച്ചു കഴിഞ്ഞാൽ അത് ഞാനാണ് നേടിയെന്ന്. നമ്മളല്ല നേടുന്നത്, നമ്മളെ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് ഉയർത്തിയത് കൊണ്ടാണ് നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടിയാണ് എൻ്റെ വിജയത്തിന് കാരണം. അപ്പോൾ എൻ്റെ വിജയം നിങ്ങളുടെയും കൂടിയാണ്. എല്ലാവരും വിജയിക്കട്ടെ.